എല്ലാവർക്കും ഒരു നല്ല സ്വാതന്ത്ര്യ ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് ഈ പ്രഭാതത്തിൽ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞുപോയ നാളുകളൊക്കെയും വളരെ ഐശ്വര്യമായും അനുഗ്രഹമായും ദൈവം നമ്മെ പരിപാലിച്ചു. നടത്തിയ ഓരോ ദിവസങ്ങളെയും ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുകയാണ്. നാം നിന്നതല്ല, കർത്താവ് നമ്മെ നിർത്തിയതാണ്. ആകയാൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെ പകർന്നു തന്ന ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കാം. 1000 ആണ്ട് വാഴ്ചയുടെ ഓരോ തലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. ഈ പ്രഭാതത്തിൽ നമ്മൾ ഇന്നലെ രാവിലെ ഞാൻ പറഞ്ഞു നിർത്തിയ മഹാകഷ്ടകാലം എന്ന് പറയുന്ന ആ വിഷയത്തിൻ്റെ തുടർമാനമായിട്ടുള്ള 1-2 ഭാഗങ്ങൾ കൂടെ ഈ പ്രഭാതത്തിൽ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, മഹാകഷ്ടകാലം എന്ന് പറയുന്നത് ഒരു 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടം, അതായത് ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയും. ഇന്നലത്തെ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് യഹൂദ ജാതികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യഹൂദന്മാർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന ഒരാഴ്ചവട്ടമാണ് ഈ 7 വർഷം എന്ന് പറയുന്നത്. ഈ 7 വർഷത്തെ 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ച് പഠിപ്പിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ 3.5 വർഷം, അതിനുശേഷമുള്ള 3.5 വർഷം, ഇങ്ങനെ 3.5 വർഷമായിട്ടാണ് 7 വർഷത്തെ തിരിച്ചിരിക്കുന്നത്. അതിലെ ആദ്യത്തെ പകുതിയിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ലോകരെ മൊത്തം തന്നിലേക്ക് ആകർഷിക്കുകയും വളരെ ബുദ്ധിയോടെ താൻ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഞാൻ നിയമത്തെ കഠിനമാക്കും എന്ന് പറയുന്നത് പോലെ അവസാനത്തെ 3.5 വർഷം എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കിരാതഭരണ കാലഘട്ടമായിരിക്കും. തൻ്റെ നിയമങ്ങളെ കഠിനമാക്കുകയും തൻ്റെ തനി സ്വഭാവം ഇവിടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇനി വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാതാക്കളിൽ പലരും പഠിപ്പിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മുടെ കൈവശം ഇരിക്കുന്ന മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ബാർ കോഡ് ഇത്യാദി, അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ആധാർ കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എതിർ ക്രിസ്തുവിൻ്റെ നമ്പറായ 666 എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ പഠിപ്പിക്കലുകളിലും ഞാൻ കണ്ടെത്തിയ നിലവാരവും അനുസരിച്ച് 666 എന്ന് പറയുന്ന നമ്പർ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്താൽ അത് വേദപുസ്തക വചനവിരുദ്ധമായിട്ട് മാറും. കാരണം എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ നിറവേറ്റപ്പെടേണ്ട ഒരു സംഖ്യയാണ് 666 എന്ന് പറയുന്നത്. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് വിൽക്കുവാനോ കൊടുക്കുവാനോ അല്ലെങ്കിൽ വാങ്ങിക്കുവാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. അത് നെറ്റിമേലും അല്ലെങ്കിൽ കൈപ്പിടമേലും ആ നമ്പർ കണ്ടിരിക്കണം. അതുമാത്രമല്ല, നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യണം എങ്കിൽ ആ നമ്പറിൻ്റെ ആവശ്യമാണ്. ഈ നമ്പർ എന്നാണ് നിലവിൽ വരുന്നത്? ഞാനും നിങ്ങളും, അതായത് ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം മാത്രമേ, എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ മാത്രമേ ആ നമ്പർ ഇവിടെ നിലവിൽ വരികയുള്ളൂ. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുന്നത് വരെ, ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നത് വരെ ഈ നമ്പറിന് ഇവിടെ രംഗപ്രവേശനം ഇല്ലവയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകിയാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രയെന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ
ഈ 666 എന്ന് പറയുന്നത് ഒരു മൃഗത്തിൻ്റെ സംഖ്യയാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു മൃഗം ആയിട്ട് പരിഗണിച്ചത്? മുൻപ് ഞാൻ പറഞ്ഞ വാക്യം ഓർമ്മയുണ്ടല്ലോ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകയാൽ. ഒരു മനുഷ്യൻ വിവേകഹീനനാകിയാൽ അവനെ ഒരു മൃഗത്തിന് തുല്യമായിട്ടാണ് പരിഗണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൃഗീയ സ്വഭാവമുള്ള എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇത്രയും കിരാതവും കഠോരവുമായ ഈ ഭരണത്തിന് മുൻപിൽ അടിയറ പറയുന്ന ജനത്തിനു വേണ്ടി വെച്ചിട്ടുള്ള നമ്പറാണ് 666 എന്ന് പറഞ്ഞു. ഈ നമ്പർ നിലവിൽ വരുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷമാണ്. യേശുക്രിസ്തു മധ്യാകാശത്തിൽ വന്ന തൻ്റെ സഭയാ മണവാട്ടികൾ ആയി എടുക്കപ്പെട്ടതിന് ശേഷം ഉള്ള ആ 7 വർഷ കാലയളവിലായിരിക്കും ഈ നമ്പർ ഇവിടെ പ്രാബല്യത്തിൽ വരുന്നത്. അതുകൊണ്ട് പ്രിയരെ, ബാർകോഡും കമ്പ്യൂട്ടറുമൊക്കെ 666 ആണെന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളുടെ പുറകിൽ പോകാതെ വേദപുസ്തകം ശരിയായി പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ മഹാകഷ്ടകാലം, ഈ ഗ്രേറ്റ് ട്രിബുലേഷനിൽ സംഭവിക്കുന്നത് ഒന്നൊന്നായി വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ അതിൻ്റെ 18-ാം അധ്യായം വരെ വിവരിക്കുന്നുണ്ട്. ക്ഷാമവും ഭൂകമ്പവും ഇവിടെ ഉണ്ടാകുകയാണ്. ജാതി ജാതിയോട് എതിർക്കുകയാണ്. മരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷേ മരണം കാണുവാൻ കഴിയാതെ വ്യത്യസ്തമായ തീയുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ജനത അന്നിവിടെ കാണും. ആ ജനതയുടെ ഏറ്റവും വലിയ പീഡന കാലഘട്ടമായിരിക്കും 7 വർഷം എന്ന് പറയുന്നത്. ആകയാൽ ആ പീഡന കാലഘട്ടത്തിൽ കൂടെ പോകുവാനല്ല എന്നെയും നിങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നതും വിളിക്കുന്നതും. ആകയാൽ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇന്നും യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, ഈ മഹാകഷ്ടകാലത്ത് നിന്ന്, ഒന്നും കൂടെ പറഞ്ഞാൽ എതിർ ക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ കർത്താവ് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. യേശുവിനായി നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുത്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.